അപ്പോൾ ഈ വണ്ടികളില്ലാത്ത ലോകത്തേക്ക് നമുക്ക് പോകുന്നത് വെറും ഈ രീതിയിലുള്ള കാളവണ്ടികൾ ഇപ്പോൾ മഴ പെയ്താൽ എങ്ങനെ ഇരിക്കും നമുക്ക് ടോയ് ട്രെയിൻ കയറാനുള്ള കാഴ്ചയാണ് ഫോണിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് മുംബൈയിലാണ്. നമ്മള് മുംബൈയിലെ ഒരു ബോളിവുഡ് സ്റ്റാറിന്റെ കൂടെയാണ് ഇപ്പൊ നമ്മളുള്ളത്. ക്യാമറമാൻ ഇബിനോടൊപ്പം ഡ്രൈവറായിട്ട് ഞാന് ബാക്കില് ബോളിവുഡ് ആക്ട്രസിനെ കാണിക്കേ അല്ല പറയണ്ട്, കാണിക്കാൻ പറയണ്ട്. നമ്മളെ സ്വന്തം സ്മിത ചേച്ചിയാണ്. പിന്നെ ക്യാമറമാൻ കാണിക്കേ അവന്റെ ഫേസ് മറ്റേ UK പിള്ളേരാണ്, 2K പിള്ളേരാണ്. ഇടയ്ക്ക് മുംബൈ നഗരത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്മിത ചാരോളിന്റെ കാറിലാണ്. ഇത് 2 വാക്ക് സംസാരിക്കേ. ഞാൻ എന്ത് പറയാനാ, ഇറക്കി കേട്ടോ നമ്മളെ വണ്ടി. ഓടിച്ചിട്ട് കംഫർട്ട് ആണോ? വണ്ടി 10 വർഷമായി, നമ്മൾ കുഴപ്പമൊന്നുമില്ല, കംഫർട്ട് ഉണ്ട്. അതായത് ബോറൊന്നുമില്ല, നോട്ട് ഓക്കെ അല്ല, ഓക്കെയാണ്. പിന്നെ ഫേസിൽ കുറച്ചൊരു വികൃതമായിട്ടുള്ള രൂപം ചിലപ്പോ കാണാം, കാരണം നല്ല ഉറക്കക്ഷനുണ്ട്. ഇങ്ങനെ ക്യാമറ ഓടിച്ചിരുന്നു നിർത്തിപ്പോയിക്കോളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ വാരണസിയിലേക്ക് പോയതായിരുന്നു. ഒരു ഫ്രീ പ്ലാൻ ഇല്ലാതെ പോയതാണ്, ഈവൻ ടിക്കറ്റുകൾ പോലും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ വാരണസി പോയി. വാരണസിന്ന് 2 ദിവസം അവിടെ കഴിഞ്ഞിട്ട് നേരെ നമ്മള് മിഞ്ഞാന്ന് നൈറ്റ് കയറിയതാണ്. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് മുംബൈയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ സ്മിത ചേച്ചി ക്യാമറയിൽ വരാൻ ആഗ്രഹിക്കാത്ത ആളാണ്, ബാക്കിൽ ഇരിക്കുന്നുണ്ട്. ക്യാമറാമാൻ ഇബിന് ബത്തൂത്ത വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചേച്ചിന്റെ കാറാണ്, ചേച്ചിന്റെ വീട്ടിലായിരുന്നു ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ചേച്ചിന്റെ മക്കള് 2 പേരുടെ വീട്ടിലുണ്ട്. പിന്നെ നല്ല ബീഫും അതുപോലെ തന്നെ നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇന്നലെ കിടന്നുറങ്ങി. ഉറക്കം ഫുള്ളായിട്ടില്ല. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് വേറെ സ്ഥലങ്ങൾ പോകാണ്ട് ഇവിടുന്ന്. നമ്മൾ നാളെ രാവിലെ ഇവിടുന്ന് പോവാം, അല്ലെങ്കിൽ നൈറ്റ് ഇവിടുന്ന് പോകും. അപ്പോ അതിന്റെ മുന്നേ നമുക്ക് പോകാൻ മാത്തേരൻ എന്ന സ്ഥലങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ്. സക്സസ് ആവുകയാണെങ്കിൽ, സക്സസ് ആണ് ഓൾറെഡി നമ്മള് യാത്രകളില് ഇനീസിയേഷൻ ആണല്ലോ, അതിന് സക്സസ് ആയി. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി പാക്കേജുകളും കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് വീഡിയോയിൽ കാണും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലുള്ള മനോഹരമായിട്ടുള്ള പുറങ്ങളും താഴ്വാരങ്ങളും ഒക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചി 2 വാക്ക് സംസാരിക്കൂ, വോയിസ് ഇടുന്നതിന് പ്രശ്നമില്ലല്ലോ. അപ്പോ നമ്മൾ ഇതെവിടെയാണ്? ലോനാവാലല്ലോ, മാത്തരൻ. സ്റ്റേഷനാണ് ഇതോ? വിത്തൗട്ട് വെഹിക്കിൾ. മാത്തരനല്ലേ? അപ്പോ മുംബൈയുടെ രണാങ്കണ വേദികളിലൂടെ ഞാനും ഇവരും ഞങ്ങളുടെ സാഹസിക യാത്രകളിലെ 5ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. വല്ല പണിക്കും പോടാ. ഞാൻ വെളിയിലിരിക്കുകയാണ്, അതറിയോ? പൊട്ടിച്ചു തന്നോണ്ടിരിക്കുകയാണ് എല്ലാരും. അതെ, കടയിൽ നിന്ന് വാങ്ങിയതല്ല, അത് ഞാൻ എന്റെ ഫ്രണ്ട് വാങ്ങാൻ നിക്കാം. കാരണം ഇപ്പൊ നമ്മളെന്തായാലും ഗൈഡുമാരാകുമ്പോ നമുക്ക് ഇത് കിട്ടുമല്ലോ, ഡിസ്കൗണ്ട് കിട്ടുമല്ലോ. അപ്പൊ ആ ചെങ്ങനോട് വാങ്ങി, അതിലുടനെ ഇത് വാങ്ങണ്ട, എനിക്ക് വേറെ കൊണ്ടുതരാറ് ആര് ഡ്രൈവറ്. അപ്പൊ പൈസ വിഷയമല്ല, കൊണ്ടുകാട്ട് വീട്ടിലല്ലേ ഷാ. പിന്നെ ട്രിപ്പ് കഴിയാൻ നേരത്ത് ഇവന്റെ അപ്പൊ നമ്മള് ആദ്യം മാത്തേരന്റെ ഒരു ബോർഡ് കണ്ടു, അവിടെ ഇംഗ്ലീഷ് ബോർഡാണ്. ഓക്കെ, സോ ഇതിന്റെ റെക്കോർഡ് എന്താണ്? ഏഷ്യയിലെ നോ വെഹിക്കിൾ സോൺ ആണ്. 1 and only ഗാർഡ് സെക്ഷൻ. പ്രൈവറ്റ് വെഹിക്കിൾസ് ആണ് കാണുന്നത്. ടാക്സി അല്ലാത്തത് കൊണ്ട് നമ്മുടെ സ്വന്തം വണ്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോളിൽ കയറുന്നത് കേട്ടോ.
लैंडस्लाइड्स प्रोन एरिया, सो ध्यान से गाड़ी चलाओ। നമ്മളെ വണ്ടി ജസ്റ്റ് നൈസ് വ്യൂ ആട്ടോ ഇവിടെ വരുന്ന റൂട്ടാട്ടത്. വഴി റോഡ് ഇങ്ങോട്ട് വരാൻ ഭയങ്കര റോഡ് നല്ല ഹെക്റ്റിക്കാണ്. മീൻസ് ഒരു ഹൈ റേഞ്ച് കൊടുക്കേണ്ട ഒരു സാധനങ്ങളൊന്നും ഇവിടെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ആ ഒരു റൂട്ടുണ്ടല്ലോ, ഇത് ട്രെയിൻ റൂട്ടിൻ്റെ നല്ല രസമുണ്ട് കണ്ടിട്ട്. മൺസൂൺ സമയത്ത് വരണം, അതായിരിക്കും ഭംഗി. എന്തായാലും എല്ലാം ഒരു അഡ്വഞ്ചർ അല്ലേ, പോയി നോക്കാം. അങ്ങനെ ഒഫീഷ്യലി നമ്മൾ മാത്തേരൻ പാർക്കിങ്ങിലെത്തി. ഇങ്ങോട്ട് വരാൻ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് വണ്ടികളില്ല എന്നാണ് പറയുന്നത്. കുറേ ആളുകളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് വണ്ടികളുണ്ട് ഇടും. ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം വണ്ടിയിലേറെ ബെറ്റർ താഴെ നിന്ന്, അതായത് താഴെ വരെ നമ്മളെ വണ്ടി കൊണ്ട് വരാം, എന്നിട്ട് നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ. ബാക്കി അവിടെ പോയിട്ട് ഞാൻ പറയാം. ഇഷ്ടപ്പെട്ട തോന്നിയ സാധനമാണ്. ഇനി കുറേ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുള്ള് പാർക്കിങ്ങിന് ഭയങ്കര റഷാണ്. സ്വന്തം വണ്ടി കൊണ്ട് ഒരിക്കലും വരരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ നിഗമനം കേട്ടോ. അപ്പോൾ എത്തിയതിന് ശേഷം ബാക്കി പറയാം. മാത്തേരൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഇതൊക്കെ ഉണ്ട്, NTDC. 50 രൂപ ഒരാൾക്ക് ടിക്കറ്റ്. പാർക്കിംഗ് 1 മണിക്കൂറിൻ്റെ മുകളിലായിട്ട് നമ്മൾ നിൽക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ സ്വന്തം വണ്ടിയിൽ ഒരിക്കലും വരാതിരിക്കുക. 10-500 കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിന്ന് വണ്ടി എടുക്കുക വരായിരിക്കും ബെറ്റർ. ഇതൊക്കെ മുകളിലേക്ക് പോണ കുതിരകളുണ്ടാവും. അതായത് സാധനങ്ങളുമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സകല സാധനങ്ങളുമായിട്ടാണ് ഇപ്പോൾ പാർക്കിംഗ്. ഇതൊക്കെ ഉണ്ട് അതായത് മേലെ കുറേ മുകളിൽ നമ്മൾ വരുന്നത്. നല്ല തിരക്കുണ്ട്. ഈ പാർക്കിംഗ് നോക്കി നമ്മൾ നേരെ ഒന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, പാർക്കിംഗ് ചാർജ് ഉണ്ട് 100 രൂപ കേട്ടോ. ബൈക്കിന് 60. തിരക്ക് നല്ലുണ്ട്. എന്നാൽ പോവാം. അങ്ങനെ നമ്മൾ ഈ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ്ടോ. നമ്മൾ ഈ ഒരു ട്രക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. മാത്തരൻ ഒഫീഷ്യലി നമ്മൾ എൻ്റർ ആയില്ലോ. അപ്പോൾ ഈ വണ്ടികളില്ലാത്ത ലോകത്തേക്ക് നമ്മൾ പോകണ്ട. വെറും ഈ രീതിയിലുള്ള കാളവണ്ടികൾ, കാളല്ല ഉന്തുവണ്ടികളാണ്. A 14-year legal struggle started by Sunil Shinde, retired teacher, in collaboration with the Shramik Rishu Association. നമ്മൾ മാത്തേരനോടുള്ള ട്രക്ക് ഇവിടെ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുതിരകളുടെ ഈ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ഭയങ്കര അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു മാസ്ക് വരുന്ന ആളുകൾ കയ്യിൽ വെക്കുക. രണ്ടാമത്തെ കാര്യം, മനോഹരമായിട്ടുള്ള എന്താ പറയുക, അതായത് കാൽനടയാണ് കംപ്ലീറ്റ്.
ഇതേപോലത്തെ റോഡുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ളതുകളിൽ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്നിങ്ങനെ പോയി നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇതേപോലത്തെ ഓട്ടോകളുണ്ട് കേട്ടോ, ഇലക്ട്രിഫൈഡ് ഓട്ടോറിക്ഷകളിലൂടെ കാണുന്നുണ്ട്. പക്ഷെ കൂടുതൽ ആളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തറിയില്ല. പിന്നെ ഇന്നൊക്കെ ഭയങ്കര തിരക്കുണ്ട്. ഇത്ര ക്രൗഡ് നമ്മൾ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല കേട്ടോ. ഫുള്ളൊരു മൂടൽമഞ്ഞ് മൂടിയൊരു അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. മാത്തേരൻ റിസോർട്ട്, ഇവിടെയുള്ള റിസോർട്ടുകളുടെയൊക്കെ റേറ്റുകളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. ഇതേപോലെ ഒരുപാട് റിസോർട്ട് എന്തൊക്കെയാണ് സംഭവം അറിയില്ല. എന്തായാലും പോയി നോക്കാം. റിസപ്ഷനിൽ പോയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. 3000 मुझे ठीक है। ये कितना है टोटल यहाँ पर? स्विमिंग पूल वगैरह है? वो वाला कहाँ पर है? ऊपर वो वाला. അപ്പോൾ 3000 മുതൽ 6000 വരെയാണ് ഇവിടെയുള്ള റേറ്റുകൾ കേട്ടോ. കപ്പിളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല രസമായിട്ട് ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യാം. നടന്നു നോക്കും. നമുക്ക് കുരങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എടുത്തു വരുന്നത് ആണെന്നുണ്ടെങ്കിൽ ഗൈഡുമാർ എടുക്കും. ഒറ്റക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണം അങ്ങനെയൊക്കെ വരുന്ന ആളുകൾ കാണുന്നുണ്ട്. അല്ലാത്തവർക്ക് വലിയ ഇതൊന്നും ആവശ്യമുണ്ടാവില്ല. അങ്ങനെ കാര്യങ്ങൾ കുരങ്ങ് നോക്കി അതായത് പക്കാ കൊടുങ്കാട്. റെയിൽവേ സ്റ്റേഷനുണ്ട്. വെൽക്കം ടു സെൻട്രൽ റെയിൽവേ എന്ന് കാണിക്കുന്നത്. പോയത് ഫുള്ള് പച്ചക്കറികൾ. कैरी है सूखा हुआ, मैंगो सूखा हुआ है। इसका नाम क्या? स्टार फूड। ठीक है, बाद में आएगा. കംപ്ലീറ്റ് ഇതേപോലെ വണ്ടികളുണ്ട്. സർക്കാർ വണ്ടികളാണുള്ളത്, അല്ലാതെ ടൂറിസ്റ്റുകളെ വണ്ടിയോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമില്ല. മെയിൻ സംഭവം ഇവിടെയുള്ള റെയിൽവേ ആണ്. ഓക്കെ, അതിപ്പോൾ ഇന്ന് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ആളുകൾ ഇവിടെ കാത്തിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. ലോഡ്സ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടത്. അമൻ ലോഡ്ജ് റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ലേ, അതിലൂടെ വരികയാണെങ്കിൽ ഇങ്ങനെ ഈ കാട്ടിലൂടെ ഇങ്ങനെ കയറി വരാം. റെയിൽ വരാനുണ്ടോ? അതല്ല, നല്ല വഴിക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇതൊന്നും പോലെ ഇങ്ങനെ വരാം. നമ്മളിവിടെ ആദ്യമായിട്ടായതുകൊണ്ട് നല്ല വഴി എടുത്ത് പോകുന്നു. അടുത്ത പ്രാവശ്യം അതിൽ പോരുക. ചെറിയ ചെറിയ കുറ്റി അങ്ങനെ ചെറിയ ഷോപ്പുകളുണ്ട്. ഇത് ശാന്തമായിട്ടുള്ള ഏരിയ കേട്ടോ. ഫുള്ള് ശാന്തതയാണ്. അതായത് വണ്ടികളില്ല. അതായത് ഈ ഇടയ്ക്ക് ഇലക്ട്രിക് ഓട്ടോകൾ വരുന്നുണ്ട്, പിന്നെ ഈ കുതിരകളും. ഇതാണ് മെയിൻ സാധനങ്ങൾ. ടൂറിസ്റ്റുകൾ നോക്കി കാണിച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ടൂറിസ്റ്റുകളഞ്ഞ് ഇവിടുത്തെ ആൾക്കാരാണ്. ഫുള്ള് മറ്റേ വിസ്പറും അതും ഇതും വൃത്തിഹീനമാക്കി. ഇവിടെ ഉള്ളൊരു ഭയങ്കര അഗ്ലിനെസ് നമുക്ക് ഫീൽ ചെയ്യാം. ഈ ഒരു കുതിരൻ്റെ കാഷ്ടം നല്ല വൃത്തിഹീനമായ സ്മെല്ലുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ. സംഭവം നൈസാണ്.
വണ്ടികൾ അതുപോലത്തെ ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങൾ, നാരങ്ങ വെള്ളം സംഭവങ്ങളുണ്ട്. അതൊക്കെ വാങ്ങി സഹകരിക്കുക. ആളുകളുടെ കുടുംബം ജീവിക്കാനുള്ള വരുമാന മാർഗ്ഗമാണ് അതൊക്കെ. ഓക്കെ, ഇതുപോലത്തെ ഫുൾ, അതായത് പക്ക ബ്രിട്ടീഷുകാരുടെ അധിനിവേശം ഉണ്ടായിരുന്ന ഏരിയ തോന്നുന്നുണ്ട് ഇതൊക്കെ. ഇതിൻ്റെ ഒരു സ്പെക്കുലേഷനാണ്, അറിയില്ല. ചില ഏരിയകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഫുൾ ചുറ്റും കാട്. സിംഹവാലൻ കുരങ്ങ്, അത് സിംഹവാലൻ കുരങ്ങ്. റോഡിലൂടെ നടക്കുന്നത് പകരം നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് റൂട്ട് മാറ്റി പിടിച്ചു. പറഞ്ഞോ, 2 വാക്ക് പറഞ്ഞോ, എന്തേലും പറയേച്ചി. എങ്ങനെയുണ്ട് മാത്തരം വന്നിട്ട്? എങ്ങനെയുണ്ട്? ഉരിയാടാത്ത ആളാ. ഇതാണ് ഇവിടുത്തെ റെയിൽവേ ട്രാക്ക് കേട്ടോ, ടോയ് ട്രെയിൻ. അങ്ങനെ ഈ ടോയ് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. അടിപൊളി റിസോർട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ നേരിനുള്ളിൽ പോകണം. നമ്മളെ പോലുള്ള വേറെയും ഒരുപാട് ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഇതേപോലത്തെ ഒരു മാർക്കറ്റിൻ്റെ മുകളിലെത്തിക്കോ, മാത്തേരൻ. ഓക്കെ, ഒന്നാഴ്ച മലൻ്റെ മുകളിൽ ആകെ ഈ ട്രെയിന് മാത്രമുള്ളത്. പിന്നെ കുതിര. ഇപ്പോഴാണ് ഇലക്ട്രിക് വണ്ടികളൊക്കെ വന്ന് തുടങ്ങിയത് കേട്ടോ. അത് കാറും ജീപ്പും കൂടി കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല, ആളുകളുടെ ജീവിതശൈലി ഇങ്ങനെയാണ്, അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ ചെറിയൊരു ചൂടും വിങ്ങലൊക്കെ ഉണ്ട്. നമ്മൾ ഒഫീഷ്യലി മാത്തേരനിൽ എത്തിയത്. അതാണ് മാത്തേരൻ റെയിൽവേ സ്റ്റേഷൻ. അപ്പം അങ്ങോട്ടേക്ക് വന്നാൽ ട്രെയിൻ തിരിച്ചു പോവാണ്. ഇതാണ് മാത്തേരൻ റെയിൽവേ സ്റ്റേഷൻ. ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ. ഇതിൻ്റെ സീറ്റിംഗ് ഇങ്ങനെയുണ്ടോ. വരുമ്പോഴുള്ള ഡെയിലി ട്രെയിനിൻ്റെ ടൈമിംഗ് ആണ് കേട്ടോ. മാത്തേരന് ഇവിടുന്ന് പോണ വണ്ടി 8:20, 9:10, 10:05, 11:15 ഓരോ സമയത്തുണ്ട്. ലാസ്റ്റ് വണ്ടി 5:20. ഇതൊക്കെ ഡെയിലിയാണ്. പിന്നെ അമൻ ലോഡ്ജ് നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലേ, അവിടെ നിന്ന് വരുന്നത് 8:38. ടിക്കറ്റ് ഫസ്റ്റ് ക്ലാസ് 95, സെക്കൻഡ് ക്ലാസ് 55. ആൾക്ക് 4 ടിക്കറ്റ് വരെ കിട്ടും. ഓക്കെ, ഇവിടെ വന്ന് വരുന്ന ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചോദിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കണം. ഇത്ര അങ്ങനെ ആൾക്കാരവിടെ വരുന്നുണ്ട്, ഒക്കെ നടന്ന് കണ്ട വരുന്നുണ്ട് കൂടുതലും. അതിൽ ഫുഡിന് എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കട്ടെ. നമ്മുടെ ലഞ്ച് ഇതാണ്. നമ്മളെ ഐസ്ക്രീം കഴിഞ്ഞു. നമ്മൾ പാവ് ബജി കഴിക്കുന്നു. പിന്നെ കഴിക്കുന്നു പിന്നെ തന്നെ പുളിയുണ്ടോ? ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ പോലെ കംപ്ലീറ്റ് മെയിൻ്റനൻസ് ആട്ടോ. വൃത്തിയൊക്കെ ചേച്ചിയും ഇവനും ഞാനും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഐസ്ക്രീം പാർലറുകൾ, അതുപോലെ തന്നെ മസാജ് സെൻറ്ററുകൾ, ഇതോ മറ്റേ നമ്മുടെ
ലെഗ് മസാജ് കാര്യങ്ങളൊക്കെ. കാരണം ടയേർഡായിട്ട് ആളുകൾ ഇതാകുമ്പോഴേ. പിന്നെ കുറേ ഷോപ്പുകൾ. അങ്ങനെ തീർത്തും ഒരു മലൻ്റെ മുകളിലാണ് ഇതെന്ന് ആലോചിക്കണം കേട്ടോ. പക്കാ ഒരു സെറ്റപ്പ്, നല്ല രസമുണ്ട്. പിന്നെ ക്ലൈമറ്റ് ഈ സമയത്തല്ല ഇവിടെ ഉണ്ട്, മൺസൂണിലാണ് വരേണ്ടത്. അതിൻ്റെ ഒരു മാറ്റങ്ങളുണ്ട്. പോണ വഴിക്ക് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഉള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഇത് വൈബില്ല, ഒരു പാർക്ക് സെറ്റപ്പ് ഉണ്ട്. വൃത്തിയുള്ള ഫുള്ള് വൃത്തിയുള്ള കുതിരകളുണ്ടാവും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കശ്മീരോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ കമ്പയർ ചെയ്യുന്നത് ഇതേപോലെയല്ല. വൃത്തിയില്ലായ്മ ഭയങ്കരമാണ്. പിന്നെ ആളുകളും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ. നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലേ പോകണ സമയത്ത് അത് വേണോ ചോദിച്ചാണ് ബുദ്ധിമുട്ടിച്ചില്ല. മാത്രം നൈസാണ്. സൗത്താണ്, അതുകൊണ്ടുള്ള ഒരു ഇതുണ്ട്. ഫുള്ള് കുതിരകളുടെ ഒരു മഴയാണ്, നല്ല വൃത്തിയുള്ള കുതിരകൾ. അപ്പം അങ്ങനെ നടന്ന് ഇവിടെ എക്കോ പോയിന്റ് എത്തി. എക്കോ പോയിന്റ് കുതിരകളെത്തുമ്പോൾ ഇവിടുത്തെ ഷോപ്പുകളാട്ടോ ഇതൊക്കെ. ഗെറ്റ് ബുൾ, എക്കോ പോയിന്റ്. സുന്ദരികളും സുന്ദരന്മാരുമായ ഒരുപാട് ആളുകൾ ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഇത് സോക്കോൾഡ് എക്കോ പോയിന്റ്. പക്ഷേ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു വൈബുമില്ല. മഴക്കാലത്ത് വരണം എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം. ലേക്കാക്കണം അവിടെ. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനത് അതിൻ്റെ മുകളിൽ നോക്കിയ ആൾക്കാർ. ഇവിടുത്തെ എക്കോ പോയിന്റ് വെടി വെച്ചു. പക്ഷെ അത് ഫുൾ ഉടായ്പാണ് സുഹൃത്തുക്കളെ, ചീറ്റിപ്പോയി. സംഭവം കഴിഞ്ഞാൽ ചീറ്റിപ്പോയി. അതായത് മറ്റേ വെടി വെക്കുന്നു, നമ്മൾ തട്ടണില്ല, തട്ടുണ്ട് പൊട്ടണില്ല, അതാണ് സംഭവം. ഇനി ഇവിടെയുള്ള പോയിന്റുകളാണ് ഹണിമൂൺ പോയിന്റ്, ലൂയിസ പോയിന്റ്, മലങ് പോയിന്റ്, കൊറോണേഷൻ പോയിന്റ്, ചെനോയ് പോയിന്റ്, സൺസെറ്റ് പോയിന്റ്. ഒക്കെ മഴയത്താണ് വൈബ് ഉണ്ടാവുക. എന്തായാലും പോയി നോക്കാം. ഹണിമൂൺ പോയിന്റ് 2 minutes. फुल फैमिली का फोन. कहाँ से आप लोग? कोल्हापुर. अच्छा, कोल्हापुर മഹാരാഷ്ട്രയിലല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട മരങ്ങളൊക്കെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല ബീഫും റൊട്ടിയുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. നല്ല ചപ്പാത്തിയും നമ്മളവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്കും ചേച്ചിക്കും ഇതിനാണ്. തന്തൂർ റൊട്ടിയാണ് തിന്നിട്ടുള്ളത്. 2, 4, 5 തന്തൂർ റൊട്ടി. പിന്നെ നല്ല ചേച്ചി ഉണ്ടാക്കിയ ബീഫും. ആഹാ അന്തസ്. അങ്ങനെ തിന്നാലോ. ഷോട്ടാകുമ്പോൾ സിദ്ദീഖ് ഇങ്ങനെ കൊണ്ടുപോകണ്ടല്ലോ വെള്ളക്കുപ്പി. നമ്മൾ ആരും ബീറും കുപ്പി പൊട്ടിക്കഴിഞ്ഞാൽ കേടുന്നില്ലല്ലോ. ഓക്കെ, ഇത് വോഡ്ക്കൻ്റെ കുപ്പിയാണ്, പക്ഷെ ഇത് വെള്ളമാണ്, പച്ച വെള്ളമാട്ടോ. റൊട്ടിങ് എടുക്കുന്നു. എന്താ നമ്മളെ അവസ്ഥ? ബീഫൊക്കെ ഇങ്ങനെ കഴിക്കേണ്ട അവസ്ഥയാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം. നല്ല സോയാബീൻ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ സോയാബീൻ എന്ന് പറഞ്ഞാൽ മതി. നല്ല തേങ്ങയും കുരുമുളകും ഒക്കെ ഇട്ട് വെച്ച് നല്ല മുംബൈ ചിക്കൻ പോത്ത്. ചേച്ചി ക്യാമറയിൽ അധികം വരുന്നില്ല, എന്നാലും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ചേച്ചി. ഇതിനുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കാണാം.
അതിഗംഭീരമായ ബ്രഞ്ചാണോ ലെന്നറാണോ ഡിന്നറാണോ എന്തൊക്കെയോ കഴിഞ്ഞു. എങ്ങനെയാണ്, സെറ്റല്ലേ? ഭക്ഷണം അടിപൊളി സെറ്റല്ലേ? എന്നാൽ പോവാം വരി. അപ്പം ഇനി നമ്മൾ നേരെ ഇവിടെ ഒരു എന്താണ് എന്ത് പോയിൻ്റാണ് നമ്മൾ പോകണിപ്പോൾ? ഇതിൽ പോകുമ്പോൾ കാണാം. നമ്മൾ അടുത്തൊരു പോയിന്റിലെത്തി. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ അപ്പുറത്ത് നിന്നില്ലേ, അതിൻ്റെ ഒരു വേറെ വ്യൂ പോയിൻ്റാണ്. കണ്ടോ, നമ്മൾ നേരത്തെ നിന്ന പോയിന്റ് അവിടെ നമ്മൾ സൂം ചെയ്ത പോയിന്റ് ഇത്. മഴക്കാലത്ത് വരണം, അപ്പോൾ ഇവിടെയൊക്കെ ഭംഗിയുള്ളൂ. അല്ല അവിടെ നോക്കാ വീടുകളുടെ ഭംഗി നോക്കി. ഇതിലും വീടുകൾ, കിളി 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 കിളിയല്ല തുമ്പി. ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ് അല്ല, പാറകൾ, താഴെയൊക്കെ വീടുകൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അവൻ നല്ല അണ്ടി ചുട്ട കളറായി നോക്കി ടാനടിച്ചിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് കാണാനുള്ളത്. ശരിക്കും നമ്മൾ ഈ വിയറ്റ്നാമിൽ പോയി കമ്പാരിസൺ അല്ല, പക്ഷെ ഞാൻ പറയാം, നമുക്കൊരു സിപ്പ് ലൈനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്തൊരു രസമായിരിക്കും അവിടെ ഈ ഏരിയകളിലൊക്കെ. മുകളിൽ നിന്നൊക്കെ ഇറങ്ങി ക്ലൈമറ്റ് മാറി 3:10 നമ്മളിങ്ങനെ തിരിച്ചിറങ്ങാണ്. ഇത് കാണുമ്പോൾ നോക്കി നിങ്ങൾ ഫുള്ള് പ്ലാസ്റ്റിക്കും അത്. ഒരു നല്ല രസമുള്ള ടൂറിസ്റ്റ് ഏരിയ ഇങ്ങനെ കൊല്ല. ഇതൊക്കെ എത്രയോ രസകരമായിട്ടുള്ള ഏരിയകളാണ്. അടുത്തൊരു പോയിന്റ് എത്തി. ഇതാണ് ഹണിമൂൺ പോയിന്റ്. അതിന് കുറേ ആളുകളുണ്ട്. കംപ്ലീറ്റ് ഇവിടെ ഒക്കെ ഒരേപോലെ തന്നെ. അവിടെ നോക്കിയാൽ അത്, ഇവിടെ നോക്കിയാൽ അത്, അവിടെ നോക്കി ഇപ്പുറത്തത്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. തിരിച്ചിറങ്ങാണ്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ പോയിന്റുകൾ വെറുതെ പേര് എഴുതിച്ചെന്നുള്ളൂ. എല്ലായിടത്തും പോയി കഴിഞ്ഞാലും ഒക്കെ സെയിമാണ്. വ്യൂ അതേപോലെ തന്നെ. ഭാഗം 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 പാടി 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 തിരിച്ചു പോകുന്നു. ചെറിയ രീതിയിൽ മഴ പാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടോ, നല്ല സൗണ്ട് കേൾക്കണ്ടേ. ഒടുവിൽ മഴ പെയ്തു. ചേച്ചി മഴ കൊണ്ടുവരുന്നു. ഇപ്പോഴാണ് വിയറ്റ്നാം മാത്തരനായത്. ചളി പെയ്ത രസകരമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ പോണത്. മഴ പെയ്താൽ അതേ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ടോയ് ട്രെയിനിന് കയറാണ്ട് അവിടെയുള്ള കാഴ്ച കാണാം. ഫോണിലാണ് 4% ചാർജ് ഉള്ളൂ. ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അല്ലേ ചേച്ചി? സെറ്റല്ലേ? ചേച്ചി കുഴങ്ങി. നമ്മള് മഴ പെയ്ത മാത്തേരനും നമ്മൾ കാണാനിടയായി, അനുഭവിച്ചു. മഴ പെയ്തു, മഴ കൊണ്ട മഴയെല്ലാം നിലത്ത് വീണ് കിടക്കുന്നു. ആഹാ, എന്ത് മനോഹരമായ കാഴ്ച. സുഹൃത്തുക്കളെ, സൗഹൃദങ്ങളെ, സാഹിത്യത്തിൻ്റെ മാസ്മരികത നമ്മുടെ വാക്കുകളിൽ ഇടപെടണമെങ്കിൽ ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളും നമ്മളെ ശരീരവും എല്ലാം ഇതിലേക്കാണ്. യാത്ര ഒരു മനോഹരമായ അനുഭവം തന്നെയാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആൾക്കൂട്ടത്തിനിടെ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? കാണുന്നതിന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവരെവിടെ? ഇവിടെ വരുന്ന സമയത്ത് നല്ല ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. നല്ല ചായ ഇവിടെ കിട്ടും കേട്ടോ.
അത് ടോയ് ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് കിട്ടുമെന്ന് പോവാണ്. പാത്രരം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കയറുന്നത്. സമയം 4:14 പോയിട്ട് നോക്കി. റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. മാത്തരനോട് വിട പറഞ്ഞു പോവാണ്. 4:30 5:20 ട്രെയിൻ. നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 5:20 ട്രെയിൻ. അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ ട്രെയിൻ ടിക്കറ്റുകളൊക്കെ കിട്ടും, അവിടെ വരുന്ന കിട്ടും. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ എടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് അതിനുള്ള നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ മെല്ലെ ഇങ്ങനെ ഇറങ്ങണം. നടക്കാനാണ് വൈബ്. ടോയ് ട്രെയിൻ്റെ ഒരു വൈബ് നമുക്ക് അത്ര ആഗ്രഹിക്കണില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ കുറേ ഹോട്ടലുകളും ഹോസ്റ്റലുകളും. റെയിൽവേ പാലങ്ങളുടെ ഇത് വലിപ്പം നോക്കി. ബ്രിട്ടീഷ് ഹിസ്റ്ററി എനിക്കറിയില്ല. ഇഷ്ടംപോലെ ആളുകളുണ്ട്. നോക്കി നായ്ക്കുട്ടി കുതിരക്കുട്ടി ഐസ് കഴുതല്ല കുരങ്ങും കുട്ടി. ഇവിടെ കുറേ വീട് ഇതുണ്ട്, ഹോം സ്റ്റേകൾ. അപ്പോൾ സമയം 4:37. ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇത് വരുന്നുണ്ട് കുറേ ആളുകൾ. അങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ട്. വെയിലിറക്കുന്നുണ്ട്. മഴേൻ്റെ പൂർണ്ണമായിട്ടുള്ള അന്തരീക്ഷം പോയി. അപ്പോൾ നമ്മൾ നടന്ന് തിരിച്ചെത്താനായി ഷിൻബാർ വിശ്രാനന്ദി. ഇതേപോലത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. പോലെ മഹാരാഷ്ട്രയിലെ ഒരു മനോഹരമായിട്ടൊരു പ്ലേസിലാണ് പോകുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ യാതൊരുവിധ, അതായത് പൊല്യൂഷൻ എന്നുള്ള സാധനം ഭയങ്കര ലോ ആയിട്ടുള്ള ഒരു ഹൈ റേഞ്ച് മഹാരാഷ്ട്രയിലെ മാത്തേരൻ എന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. മഹാരാഷ്ട്രയിലെ മാത്തേരനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയുള്ള പ്രത്യേകത നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആളുകളൊന്നും, അതായത് ട്രാൻസ്പോർട്ടേഷന് കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് കാൽനട മാർഗ്ഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന, ടൂറിസ്റ്റുകളൊക്കെ ആശ്രയിക്കുന്ന ഒരു റൂട്ട് എന്നുള്ളത് അമൻ ലോഡ്ജിൽ നിന്നും മാത്തരൻ ജംഗ്ഷനിലേക്കുള്ള ഒരു ടോയ് ട്രെയിൻ റൂട്ടാണ് ഈ റൂട്ടിൽ. മോർ ഇമ്പോർട്ടൻ്റ്ലി ആളുകൾ ഇപ്പോൾ നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് ഇവിടെ ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓപ്ഷൻ, അതായത് നമ്മളെപ്പോലുള്ള യുവാക്കൾ വരുന്ന സമയത്ത് നടന്ന് കയറാണ്. രണ്ടാമത് ഉള്ളത് ഈ ഒരു ടോയ് ട്രെയിനാണ്. മൂന്നാമതുള്ളത് ഏറ്റവും കൂടുതൽ കുതിരകളാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് പോകുന്നത് പോലുള്ള ഹൈലി പൊല്യൂട്ടഡ് അല്ല ഇവിടെ. പിന്നെ ഇവിടെയുള്ള സങ്കടകരമായിട്ടുള്ള അവസ്ഥ എന്നുള്ളത്, ഇവിടെ വരുന്ന സമയത്ത് ടൂറിസ്റ്റുകൾ നമ്മളെപ്പോലുള്ള ആളുകൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഇട്ടിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഒരു മലിനമാക്കിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. कैसे थे? बढ़िया, मजा है घूमने मजा। पूरा। हाँ। वापस जा रहे हो? हाँ, वापस जा रहे हैं। कब आ गए आप लोग? आएंगे, हर साल में 2 बार आते हैं। अच्छा, कहाँ से? बॉम्बे। अच्छा, ठीक है। कैसे थे ये सफर? क्या आए घूम माथेरन कैसे था? अच्छा मजा था। मजा आ गया? आप दोनों साथ में रुक करके थोड़ा बात करो इसके बारे में। कहाँ से आप लोग? यूपी। यूपी। अच्छा, हाँ बताओ बताओ कैसे माथेरन? बढ़िया 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 है। बढ़िया। बढ़िया। एकदम ये जगह के बारे में कैसे पता चला? जगह के बारे में हमने यार दोस्तों से सुना, फिर इधर घूमने आ गए यार। सोशल मीडिया से? हाँ, सोशल मीडिया। कितना बजे आ गए यहाँ पर? 4:30-4 बजे। नहीं, इंडिया में काफ़ी जगह है जैसे टूरिस्ट जगह, तो वो और ये क्या वो डिफरेंस क्या है? डिफरेंट होता है। यहाँ पे क्वालिटी बगीचा ज़्यादा है, हाँ, वहाँ पे थोड़ा डिफरेंट और ज़्यादा रहता है। और नेचुरल के बारे में? बढ़िया है इधर। अच्छा थोड़ा ठंडा है मौसम ठंडा है ना? बारिश भी थोड़ा होना चाहिए ना? बारिश वो तो बढ़ गया। ठीक 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 ठीक।
അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ചേച്ചി ക്യാമറ ഇല്ല പോട്ടെ. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ, ഇത് ഹെൽത്തി അല്ല പക്ഷേ ഫ്രൂട്ട്സ് നട്ട്സ് അങ്ങനത്തെ സാധനങ്ങൾ കയ്യിൽ വെക്കുക. പിന്നെ മോർ ഇമ്പോർട്ടൻ്റ്ലി ഇതേപോലത്തെ കവറുകളുണ്ടല്ലോ, അപ്പോൾ കുറേ ആളെടുത്ത് പോയിക്കണം. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വ്യക്തമായിട്ടും വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം നമ്മൾ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കളി ബിയർ ബോട്ടിൽ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ കൊണ്ടുവരാണെങ്കിൽ തന്നെ നമ്മൾ പോക്കറ്റിനെടുത്ത് കൊണ്ടുപോകുക. നമ്മളെ കണ്ടങ്ങൾ വഴിയൊക്കെ ഞാൻ അടുത്തൊരു പോയിൻ്റാണ് പോകുന്നത്. കഴിച്ചത് പോയാ बढ़िया അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമ്മളെ സ്മിത ചേച്ചി, മലയാളിയാണ്. നമ്മൾ ചേച്ചിനെ കുറിച്ച് പറയും ചേച്ചി, രണ്ടു വാക്ക് സംസാരിക്കൂ. പറഞ്ഞോ, നല്ല തിന്നാളും കഴിക്കുന്നുണ്ട്. മക്കളോടൊക്കെ സബ്സ്ക്രൈബ് മറക്കണോ, മക്കളൊക്കെ കാണിച്ചു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ വന്നിരുന്നത്. ചേച്ചി നമ്മളെ ഡ്രീം കാശ്മീർ യാത്രയിലൊക്കെ വന്ന ആളാണ്. കാശ്മീർക്ക് യാത്ര പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തല്ലോ വൈബാക്കാൻ. മാത്രയിലൂടെ യാത്ര തുടരുകയാണ്. മിണ്ടാതെ പോ. കറങ്ങി വന്നോ. ക്യൂക്സ് നല്ല ക്ലോസ് ആണല്ലോ ചെഫിയ. അവിടെ ചെഫി അത് നോക്കിയാണ്, നല്ല രസമുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരുവാണേ. ആക്ഷൻ ആയോ? ഒന്നുകൂടെ മെല്ലെ ഇങ്ങോട്ട് കയറി വരൂ. മെല്ലെ പോയി മേഡം ഇങ്ങനെ നോക്കിന്നോളൂ. മതി കള്ളും കുപ്പി കുടിച്ചു കണ്ട് ആകത്തിൽ കെട്ടുകൊണ്ട് അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ കിട്ടിലും കാഴ്ചകളാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് നടന്ന് നമ്മൾ വീണ്ടും നമ്മളെ ട്രെയിൻ ഇറങ്ങിയില്ലേ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ല സൺസെറ്റും നമ്മൾ കണ്ടു സുഹൃത്തുക്കളെ. കണ്ടോ, സണ്ണാണത്. സണ്ണ് സെറ്റായി കൊണ്ടുപോകാണ്. സണ്ണ് പോലും സെറ്റായി. നമ്മളിപ്പോഴും മട്ട് തിങ്കളോ പോന്നു. ഇത്തരനോട് ഞങ്ങൾ വിട പറഞ്ഞ് ഇനി പോവാണ്. ഓക്കെ, ആളുകൾ കുറേ തിരിച്ചിറങ്ങി തുടങ്ങി. ഇവനും അതുപോലെ തന്നെ നമ്മൾ സ്മിത ചേച്ചിയും ഞാനും ഒരുപാട് നല്ല രസകരമായിട്ടുള്ള മെമ്മറികൾ ഇവിടെ നെയ്തെടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ്. വേറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മലയാളീസാണ്. എല്ലാവരും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് പാർക്കിങ്ങിൽ പോകണം. നമ്മൾ വണ്ടി എടുക്കുന്ന നേരെ തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.